തുടർച്ചയായ രണ്ടാം വർഷവും മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലക്ഷ്യമിട്ടിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. കഴിഞ്ഞ വർഷം നൻപകൽ നേരത്ത് മയക്കത്തിലൂടെ തന്റെ 8ാമത്തെ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയ മമ്മൂക്ക ഈ വർഷം കാതൽ ദ കോറിലൂടെ തന്റെ 9ാമത്തെ അവാർഡും സ്വന്തമാക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ മമ്മൂക്കയ്ക്ക് കടുത്ത എതിരാളിയായി മാറിയിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ആടുജീവിതത്തിലൂടെ നജീബായി തകർത്താടിയ താരം ഇത്തവണ മമ്മൂക്കയെ മറികടന്ന് മികച്ച നടനായി മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ മാസം പകുതിയോടെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കാനിരിക്കെ ഫൈനൽ റൗണ്ടിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ പെട്ടിരിക്കുകയാണ് ജൂറി അംഗങ്ങൾ. ആടുജീവിതത്തിന് വേണ്ടി പൃഥ്വിരാജ് എടുത്ത എഫേർട്ട് അംഗീകാരം അർഹിക്കുന്നുണ്ടെങ്കിലും കാതൽ ദ കോറിലെ മമ്മൂക്കയുടെ പ്രകടനവും അത്തരമൊരു റോൾ ചെയ്യാനുള്ള ധൈര്യവും പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുമെന്ന ആകാംക്ഷയിലാണ് മലയാള സിനിമ പ്രേക്ഷകരും ആരാധകരും. മമ്മൂക്കയ്ക്ക് തന്നെ ഈ വർഷവും അവാർഡ് ലഭിക്കുകയാണെങ്കിൽ മറ്റൊരു താരത്തിനും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡാകും ഇത്. എന്തുതന്നെയായാലും അടുത്ത ആഴ്ചയോടെ ഇതിലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് കരുതാം. ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡ് ലഭിക്കണമെന്നാണോ, അല്ലെങ്കിൽ കാതൽ ദ കോറിലെ പ്രകടനത്തിന് മമ്മൂക്കയ്ക്ക് അവാർഡ് ലഭിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുമെന്ന് കമൻറ്റ് ചെയ്യൂ.